പാലായിൽ വിവിധ സമർപ്പിത സമൂഹങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഈ വേളയിൽ ഇന്നത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് പാലാ രൂപതയുടെ അഭിവന്യ പിതാവ് മാർ ജോസഫ് കലറിങ്ങാട്ട് തിരുമേനിയാണ്. സിറോ മലബാർ സഭയുടെ തനതായ പാരമ്പര്യ ശൈലികളെ നെഞ്ചോട് തേർച്ചു പിടിച്ച് തന്നിൽ നിക്ഷിപ്തമായ അജപാലന ദൗത്യത്തിൽ ഉറച്ച നിലപാടുകളോടെ നേതൃത്വ ശുശ്രൂഷ നൽകുന്ന അഭിവന്യ പിതാവിൻ്റെ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഏറെ ആദരവോടുകൂടി ഈ ജനറൽ ബോഡി ഉദ്ഘാടനം ചെയ്യുന്നതിനും അനുഗ്രഹ പ്രഭാഷണത്തിനുമായി ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ പ്രസിഡന്റ് ഷാജിച്ച, പ്രിയപ്പെട്ട പന്തുടച്ച ഭാരവാഹികളായിട്ട് വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരെ, മറ്റ് സമർപ്പിതരെ, ഇതിലംഗത്വമുള്ള ഏറ്റവും അനുഗ്രഹീതരായ സഹോദരങ്ങളെ, വലിയൊരു സമ്മേളനമാണിത്. ഈ സ്ഥാപനം ഈ രൂപതയ്ക്കുള്ളിലായി പോയതാണ് എനിക്കിവിടെ വരാനുള്ള ഏക യോഗ്യത. എന്നെ സംബന്ധിച്ച് മാർ സി മുട്ടംതൊട്ടിലച്ഛനായിരുന്നു ഇതുവരെ. അച്ഛൻ അവിടെ വർക്ക് ചെയ്യുകയും കാക്കനാട് പലപ്പോഴും കാണുകയെല്ലാം ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഇടപെടലുകളോടുകൂടി ഈ കാര്യങ്ങളെക്കുറിച്ച് സിനഡിലെല്ലാം സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ദീർഘമായൊരു സംഭാഷണത്തിലേക്ക് പോകുന്നില്ല. ഞങ്ങൾക്ക് മറ്റ് ക്ലാസ്സുകളും എല്ലാം ഉണ്ട്. എനിക്കല്പം ജലദോഷമായിട്ടിരിക്കുകയാണ്. ഞാൻ ഒന്ന് രണ്ട് പൊതു കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. SMRC അതിൻ്റെ നൈയാമികമായ ഘടന സ്വീകരിച്ചത് വർക്കിപ്പിതാവിൻ്റെ കാലം മുതലാണ്. നൈയാമികമായിട്ട് വരുമ്പോഴാണ് സഭയുടെ സിനഡിനോടും പൊതു സമൂഹത്തോടും കൂടുതലായിട്ട് ബന്ധപ്പെടാനും പെരുമാറാനുമെല്ലാം സാധിക്കുന്നത്. ഒരുപക്ഷെ ലോകത്തോട് തന്നെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ഒരു സുവിശേഷകൻ മത്തായി ആയിരിക്കും. നമ്മൾ ആ സുവിശേഷകൻ്റെ ശ്ലീഹായുടെ ഓർമ്മ സുവിശേഷമായിട്ട് കൊണ്ടാടുന്ന ദിവസമാണിന്നും നാളെയുമെല്ലാം. വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സുവിശേഷകൻ. അദ്ദേഹം കളക്ടറായിരുന്നു. നമ്മുടെ പോലുള്ള കളക്ടറല്ല, ചുങ്കം പിരിക്കുന്ന കളക്ടറായിരുന്നു. പക്ഷെ വലിയൊരു ഓഫീസാണത്. അദ്ദേഹം കളക്ടർ ചെയറിൽ ഇരുന്നപ്പോൾ ഈശോ അതിലെ കടന്നുപോയി. അങ്ങനെ കടന്നു പോകുമ്പോൾ അവർ ചോദ്യം ചെയ്യും. ഈശോയോട് മത്തായി ചോദിച്ചു, ഹാവ് യു എനിത്തിങ് ടു ഡിക്ലെയർ? നമ്മളും അങ്ങനെയാണല്ലോ, പുറത്തൊക്കെ പോയി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ പോലീസ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അതാണ്, ഹാവ് യു എനിത്തിങ് ടു ഡിക്ലെയർ? അപ്പോൾ ഈശോ പറഞ്ഞു, ഐ ഹാവ് ഓൺലി ദ കിങ്ഡം ഓഫ് ഗോഡ് ടു ഡിക്ലെയർ ടു യു. എനിക്കിത് മാത്രമേ നിന്നോട് പറയാനുള്ളൂ, മറ്റൊന്നും പറയാനില്ല. അപ്പം മത്തായി ഒന്ന് ഞടുങ്ങി. ഈശോ പറഞ്ഞു, ഒന്നും ഞടുക്കണ്ട, യു ഗെറ്റ് അപ്പ്. നീ ഇതുവരെ ഇരുന്നുകൊണ്ടാണല്ലോ എന്നോട് സംസാരിച്ചത്. യു ഗെറ്റ് അപ്പ്. എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, യു ഫോളോ മീ, കം വിത്ത് മീ. അതാണ് എൻകൗണ്ടറിൻ്റെയും അവിടെ നടന്ന സംഭവത്തിൻ്റെയും അടിസ്ഥാനപരമായ ഒരു കാര്യമെന്ന് പാരമ്പര്യത്തിൽ പിതാക്കന്മാർ പറയാറുണ്ട്. വലിയ പിതാക്കന്മാർ പറഞ്ഞു അദ്ദേഹം പേടിച്ച് ചാടി എഴുന്നേറ്റ് എല്ലാം ഇട്ടിട്ട് പോയി, പക്ഷേ ഒരു പേന എടുക്കാൻ മറന്നില്ല എന്ന്. എഴുതണമല്ലോ സുവിശേഷം. എല്ലാം ഉപേക്ഷിച്ചെങ്കിലും അദ്ദേഹം ഒരു പേനയുമായിട്ടാണ് പോയത്. അങ്ങനെ അദ്ദേഹം വളരെ സമ്പന്നമായ സുവിശേഷം എഴുതി. ദ മോസ്റ്റ് പോപ്പുലർ, ദ മോസ്റ്റ് റെഡ്, മോസ്റ്റ് കമ്മ്യൂണിക്കേറ്റഡ്, മോസ്റ്റ് കാറ്റഗറ്റിക്കൽ, മോസ്റ്റ് ലിറ്റർജിക്കൽ, അതെല്ലാമാണ് ഈ മത്തായിയുടെ സുവിശേഷം. അതുകൊണ്ട് സുവിശേഷങ്ങളിൽ ഈ സുവിശേഷത്തിനൊരു പ്രൈമസി ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. വലിയ ഡിസ്കോഴ്സസാണ് ഇവിടെയുള്ളത്. ദൈവരാജ്യത്തെക്കുറിച്ച്, ഈശോയെക്കുറിച്ച്, സഭയെക്കുറിച്ച്, സെർമൺ ഓഫ് മൗണ്ട്,
എസ്കറ്റോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ 4-5 വലിയ ഡിസ്കോഴ്സുകൾ കൊണ്ട് സമ്പൂർണ്ണമായ ഒരു ക്രിസ്റ്റോളജിയും ഒരു തിയോളജിക്കൽ ഓറിയൻറ്റേഷനും എല്ലാം നൽകിയ ഒരു സുവിശേഷം. ഏറ്റവും കൂടുതൽ സെമിറ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ പരിശ്രമിച്ച ആളാണ്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ വളരെ പോപ്പുലറായിട്ട് വായിച്ച് നീങ്ങിയാൽ പോരാ, അതിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും അതിൻ്റെ സിംബോളിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും എല്ലാം ചെയ്യണം. നിങ്ങൾ വലിയ പഠിപ്പുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം. PhD കുറഞ്ഞതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഡോക്ടേഴ്സാണ്. നിങ്ങളോട് സംസാരിക്കാൻ തന്നെ എനിക്ക് പേടിയുണ്ട്. ഇമ്മാനുവേൽ ലെവിനാസ് വലിയ ദാർശനികനും തിയോളജിയനുമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ദി ഒതൻറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ സ്ക്രിപ്ചർ ഈസ് ടു ഗോ ബിയോണ്ട് ദ വേഴ്സ്. പുറമേ നമ്മൾ വായിക്കുന്ന വാക്കുകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ സാധിച്ചാൽ മാത്രമേ സ്ക്രിപ്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുതന്നെയാണ് മാർട്ടിൻ ഹൈഡഗറും പറഞ്ഞിരിക്കുന്നത്. ടു ഇൻ്റർപ്രറ്റ് ഈസ് ടു സേ വാട്ട് ഈസ് നോട്ട് സെഡ് ബട്ട് വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ ടെക്സ്റ്റ് ആൻഡ് ഈസ് ഇൻവിസിബിൾ ടു ദ നേക്കഡ് ഐസ്. To interpret is to say what is not said, but it is in the text, not visible to the open eyes. അങ്ങനെയുള്ള ഒരു കാരിസ്യം അല്ലെങ്കിൽ കരിസ്മാത്ത കൊണ്ടുനടക്കുമ്പോഴാണ് നമുക്ക് സുവിശേഷങ്ങളെക്കുറിച്ചുള്ള റിഫ്ലക്ഷൻസ് കാത്തുസൂക്ഷിക്കുവാനും ആ റിഫ്ലക്ഷൻസിലൂടെ നമുക്ക് കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാനുമെല്ലാം സാധിക്കുന്നത്. സെൻ്റ് അഗസ്റ്റിൻ്റെ മനോഹരമായ ഒരു ചെറിയ പോയട്രി പോലെ ഉള്ളൊരു കാര്യമാണ് മാത്യുവിൻ്റെ ഗോസ്പലിന് ഓൾഡ് ടെസ്റ്റമെൻറ്റുമായിട്ടുള്ള ബന്ധം. ആരും പറയാണ്ട് തന്നെ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഓൾഡ് ടെസ്റ്റമെൻറ്റ് പേഴ്സൺസും ഇവൻസും, ഞാൻ ആദ്യം പറഞ്ഞല്ലോ സെമിറ്റിക് ബാക്ക്ഗ്രൗണ്ട് കാത്ത് സൂക്ഷിച്ചിട്ടുള്ള, ഒരുപക്ഷേ ക്വസ്റ്റ്യനബിൾ ആണെങ്കിലും ഈ സുവിശേഷത്തിൻ്റെ പല ഭാഗങ്ങളും അരമായ ഭാഷയിൽ എഴുതിയതാണ്. സുവിശേഷങ്ങളെല്ലാം പെട്ടെന്ന് ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞു. ഈശോ സംസാരിച്ചത് അരമായായിരുന്നെങ്കിലും ഈ വാക്കുകൾ എഴുതപ്പെട്ടത് പ്രധാനമായിട്ടും ഗ്രീക്ക് ഭാഷയിലാണ്. കാരണം അതെല്ലാം അന്ന് അവിടെ വളരെ പോപ്പുലറായിരുന്നു. അക്കാരണത്താലാണ്. സെൻ്റ് അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ഓൾഡ് ടെസ്റ്റമെൻറ്റും ന്യൂ ടെസ്റ്റമെൻറ്റും തമ്മിലുള്ള ബന്ധം. New Testament is latent in the Old, and Old Testament is patent in the New. The New is in the Old contained. The Old is in the New retained. The new is in the old concealed. The old is in the new revealed. The new is in the old enfolded. The old is in the new unfolded. ഓൾഡ് ടെസ്റ്റമെൻറ്റും ന്യൂ ടെസ്റ്റമെൻറ്റും തമ്മിലുള്ള ബന്ധം അദ്ദേഹം മത്തായി സുവിശേഷകൻ്റെ മനോഹരമായ സുവിശേഷത്തെ അടിസ്ഥാനപ്പെടുത്തി വ്യാഖ്യാനിച്ചതാണ്. അങ്ങനെ നമുക്ക് റിഫ്ലക്ഷൻസ് കൊടുക്കുമ്പോഴാണ്, ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുക്കുമ്പോഴാണ് സുവിശേഷത്തെ വളർത്താനായിട്ട് സാധിക്കുന്നത്. വായിക്കുന്നവരോടൊത്ത് സുവിശേഷം വളരുന്നു എന്ന പിതാക്കന്മാരുടെ സത്യവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിലാണ്. നമ്മളിന്നിവിടെ നമ്മുടെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോഡിയായിട്ടാണ് ഒന്നിക്കുന്നത്. സഭ എക്കാലവും അതിൻ്റെ ഹൃദയത്തിൽ കാത്തുസൂക്ഷിക്കുന്ന കാര്യമാണ് റിലീജിയസ്.
ആദ്യനാളിലൊക്കെ അത് വളരെ കർക്കശ സ്വഭാവമുള്ള ദയറാകളാകട്ടെ, മോണസ്ട്രീസ് ആയിട്ട്, ഡെസേർട്ട് ഹട്ട്സിൽ താമസിക്കുന്ന സംവിധാനങ്ങളായിട്ടെല്ലാം വന്നു. പിന്നീടത് ഓർഡേഴ്സ്, കോൺഗ്രിഗേഷൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, പയസ് യൂണിയൻസ് തുടങ്ങിയ വ്യത്യസ്തങ്ങളായ മേഖലകളിലേക്ക് വ്യാപരിക്കുകയാണ് ചെയ്തത്. സഭയുടെ ഹൃദയത്തിൽ പിറന്ന ഒരു യാഥാർത്ഥ്യമാണ് സമർപ്പിത ജീവിതം. എക്സ് കോർദെ എക്ലീസിയെ, ഫ്രം ദ ഹാർട്ട് ഓഫ് ദ ചർച്ച്. എല്ലാ സന്യാസ പ്രസ്ഥാനങ്ങളും സമർപ്പിത ജീവിത ശൈലികളും എക്സ് കോർദെ എക്ലീസിയെ ആണ്. സഭയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന യാഥാർത്ഥ്യമാണ്. ഏത് ചെറുതും അല്ലെങ്കിൽ എത്ര വലുതാണെങ്കിലും സഭയോടാണ് അതിന് ബന്ധവും പ്രാധാന്യവും എല്ലാം ഉള്ളത്. അക്കാരണം കൊണ്ട് തന്നെ സഭയുടെ ഹാർമോണിയ, ഐക്യം കാത്തു സൂക്ഷിക്കാനുള്ള ഏറ്റവും നല്ല ഒരു സംവിധാനമാണ് സമർപ്പിതർ. സമർപ്പിതരാണ് സഭയെ ഒരു തേറ ഫിർമ, ഉറപ്പുള്ള സ്ഥലം, നിശ്ചയമായിട്ട് നമുക്ക് ബോധ്യങ്ങളോടുകൂടി വസിക്കാവുന്ന ഒരു സ്ഥലമാക്കുന്നത്. തേറ ഫിർമ ആയിട്ട് നമ്മളുടെ സഭയെ സംവിധാനം ചെയ്യുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങളെ ആ രീതിയിൽ നോക്കിക്കാണുന്നതുമെല്ലാം സമർപ്പിതർ ഉള്ളതുകൊണ്ടും സമർപ്പിതരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സഭയുടെ അടിസ്ഥാനപരമായ പ്രബോധനങ്ങളെയെല്ലാം കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനുമുള്ള ഉത്തരവാദിത്വമാണ് നമുക്കുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രത്യേകിച്ച് രണ്ടാം വത്തിക്കാൻ സുനകദോസ് മുതൽ ദൈവാരാധനയെക്കുറിച്ചുള്ള പഠനങ്ങൾ അതിമനോഹരമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാക്രോസാന്തും കുഞ്ചീലിയും പിന്നീട് കോൺഗ്രിഗേഷൻ നമുക്ക് തന്ന ഇൻസ്ട്രക്ഷൻ എന്ന ഒരു അതിമനോഹരമായ പ്രബോധനം, ബെനഡിക്റ്റ് പിതാവിൻ്റെ സാക്രമെന്തും കാരിറ്റാറ്റിസ്, ഫ്രാൻസിസ് പിതാവിൻ്റെ ദെസിദേറിയോ ദെസിദെരാവി, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അപ്പോസ്തോലിക് ലെറ്റർ ജസ്റ്റിസ് വെർബിസ് ക്വേ, ഡീഡും ആക്ഷനും, ജസ്റ്റിസ് വെർബിസ് ക്വേ, ഇതെല്ലാം സുന്ദരങ്ങളായ ലിറ്റർജിക്കൽ പ്രബോധനങ്ങളാണ്. നമ്മളുടെ ലിറ്റർജിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ ലിറ്റർജി. നമ്മളുടെ 3 മനാഫറകൾ, വ്യാമപ്രാർത്ഥനകൾ, നാസ്റ്റിക് ട്രഡീഷൻ, വൈദികരുടെ സമർപ്പിതരുടെ സംസ്കാര ശുശ്രൂഷയിലെ ടെക്സ്റ്റ്, പള്ളി കുദാശ ചെയ്യുന്ന ടെക്സ്റ്റ്, ഓർഡിനേഷൻ്റെ സമീലായുടെ ടെക്സ്റ്റ്, ലോകത്തിലൊരു സഭയ്ക്കും ഇത്ര മനോഹരമായ സ്പിരിച്വൽ ഡെപ്തുള്ള പുസ്തകങ്ങളില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് എല്ലാ ലിറ്റർജികളും ഏതെങ്കിലും ഒരു കാലത്ത് നഷ്ടപ്പെട്ടാലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നഷ്ടപ്പെടുകയില്ല ഒരിക്കലും. ആരെങ്കിലുമൊക്കെ അത് പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യും. സമർപ്പിതരായ നമുക്ക് ഉള്ള ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം നമ്മളുടെ സഭയുടെ ചരിത്രം, ലിറ്റർജി, ഡിസിപ്ലിൻ, തിയോളജി, സ്പിരിച്വാലിറ്റി എല്ലാം ആഴത്തിൽ പഠിച്ച് ഈ സഭയെ ബലപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ നിക്കയാ സുനകദോസിൻ്റെ 1700 വർഷത്തിലാണ് ഒരുപാട് ക്ലാസ്സുകളും ചർച്ചകളും എല്ലാം നമ്മൾ നടത്തി. വളരെ പ്രാമുഖ്യത്തോടുകൂടി എല്ലാവരും സംസാരിക്കുന്ന ഒരു കൗൺസിലാണത്. അവിടെ വാസ്തവത്തിൽ ആരിയൂസിൻ്റെ പ്രബോധനം, ഹെരിസി, ആരിയനിസം എന്നൊക്കെ പറയുന്നത് അദ്ദേഹം വളരെ മനഃപൂർവ്വം ചെയ്ത ഒരു കാര്യമായിരിക്കില്ല. അദ്ദേഹം വലിയ സമ്പന്നമായ കുടുംബത്തിലെ ഒരു അച്ഛനായിരുന്നു, വളരെ പോപ്പുലറായിരുന്നു. അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന് ഒരു കുറവും വരരുത്, ദൈവത്തിന് ഒരു കുറവും വരരുത് എന്നുള്ള ആ മേജർ പ്രൊപ്പോസിഷൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റേത്.
അങ്ങനെ ഒരു വലിയ കാഴ്ചപ്പാട് മനസ്സിൽ കിടന്നപ്പോൾ ഈശോയെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ ഈശോ ദൈവമാണെന്ന് വളരെ ഊന്നൽ കൊടുത്ത് അദ്ദേഹത്തിന് പറയാനായിട്ട് സാധിച്ചില്ല. അതേസമയം ഈശോയുടെ മറ്റു കാര്യങ്ങളെല്ലാം പ്രോഫറ്റാണ്, വണ്ടർ വർക്കറാണ്, സാധാരണക്കാരോട് ബന്ധമുണ്ട്, ദൈവത്തെ കൊണ്ടുനടക്കുന്ന ആളാണ്, ആത്മീയനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് നല്ല പെർഫെക്റ്റായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന ആ രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രബോധനം അങ്ങ് സ്ലാൻഡ് ചെയ്ത് വഴുതിപ്പോയി. അപ്പോൾ വന്നത് ഈശോയുടെ ദൈവികത എവിടെ എന്നുള്ള വലിയ ചോദ്യം വന്നു. ആ പശ്ചാത്തലത്തിലാണ് കൗൺസിൽ വിളിക്കുന്നത്. കൗൺസിൽ വിളിച്ച് ഈ അരിയൂസിൻ്റെ കൂട്ടത്തിൽ ഇത് കേട്ട് 99% ആളുകളും പിതാക്കന്മാരും എല്ലാം പോയി. അന്നത്തെ ഗ്രന്ഥകാരന്മാർ പറയുന്നത് അന്ന് യഥാർത്ഥത്തിൽ കത്തോലിക്കരായിട്ട് നിന്ന മെത്രാന്മാരുടെ എണ്ണം ക്യാൻ ബി ലിമിറ്റഡ് ടു ദ ഫിംഗേഴ്സ് ഓഫ് എ പേഴ്സൺ, ഈവൻ ടു ദ ഫിംഗേഴ്സ് ഓഫ് എ സിംഗിൾ ഹാൻഡ്. 5 പേരിൽ കൂടുതൽ അല്ലാതെ ഇല്ലായിരുന്നു എന്നാണ്. അപ്പോൾ അത് സഭ കൈവിട്ടു പോകുന്ന സ്റ്റേജിലേക്ക് വന്നു. അങ്ങനെയാണ് കൗൺസിൽ വിളിക്കുന്നതും ഈശോ പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമാണെന്ന് കൗൺസിൽ പഠിപ്പിച്ചത്. അത് കാലിസിഡൻ കൗൺസിലിൻ്റെ ഡോഗ്മയായിട്ടാണ് വന്നത്. ഈശോ പിതാവിൽ നിന്ന് വന്ന സത്യദൈവം, സത്യപ്രകാശം, അത്തരത്തിലുള്ള കോൺസെപ്ച്വൽ കാര്യങ്ങൾ കൊണ്ടുവരികയും വളരെ ഫിലോസോഫിക്കലായിട്ടുള്ള കോൺസബ്സ്റ്റാൻഷ്യൽ എന്ന ഒരു എക്സ്ട്രാ ബിബ്ലിക്കൽ എന്ന് വേണമെങ്കിൽ പറയാൻ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് പിതാവിനോട് സമനാണെന്ന് സ്ഥാപിക്കുകയും ചെയ്തു. അത് പിന്നീട് വന്ന കോൺസ്റ്റാന്റിനോപ്പൊളിറ്റൻ കൗൺസിലും കാലിസിഡൻ കൗൺസിലിൽ വന്നപ്പോൾ അത് പൂർത്തീകരിക്കപ്പെട്ടു. അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ, നമ്മളൊരു ആക്സെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മളൊന്നും ഉദ്ദേശിക്കുന്നില്ലെങ്കിലും പലപ്പോഴും വഴിതെറ്റിപ്പോകും. നമ്മുടെ സഭയിൽ പലപ്പോഴും വന്നിട്ടുള്ള പ്രബോധനങ്ങളിൽ ഈ ഹാർമോണിയ, ബാലൻസിങ് ഇല്ലാതെ പോകുന്നതിൻ്റെ ഒരു കാരണവും ഇതാണ്. എത്രയോ വലിയ കൂടിവരവുകൾക്ക് ശേഷമാണ് ഈശോ എന്ന ഏക വ്യക്തിയിൽ ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും കലർപ്പില്ലാതെ സമ്മേളിക്കുന്നു. അതാണ് നമ്മൾ ഈശോയുടെ പിറവിയിലും ഈശോയുടെ ഉത്ഥാനത്തിലും നമ്മൾ സുറിയാനിയിൽ പാടുന്ന ഒരു വാക്യമുണ്ടല്ലോ, സഹദീനന്മാർ ലാലാഹൂസ വൽനാശൂസ ദ്രാപൂലാഗ. കാൽസിഡൻ കൗൺസിലിനെ ഈ ഒറ്റ വാക്യത്തിൽ നമുക്ക് സംഗ്രഹിക്കാം. സഹദീനന്മാർ, ബി ഡിക്ലെയർ, ബി പ്രൈസ്. ലാലാഹൂസ ദൈവികത, നാശൂസ മാനുഷികത, ദ്രാപൂലാഗ ഡിവിഷൻ ഇല്ലാണ്ട് ഈ ഏക വ്യക്തിയിൽ ഈശോയിൽ സമ്മേളിക്കുന്നു. ഈ ആദ്യകാലത്തെ കൗൺസിലുകളുടെ എല്ലാം രത്നച്ചുരുക്കമായിട്ട് പിതാക്കന്മാർ രൂപീകരിച്ച കാര്യം അതാണ്. അപ്പോൾ ഞാനീ പറഞ്ഞത് നമ്മെ സംബന്ധിച്ച് നിങ്ങൾ വലിയ കോൺഗ്രിഗേഷൻസ്, ഓർഡേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആളുകളായിട്ടൊക്കെ ഇരിക്കുമ്പോൾ സിറോ മലബാർ സഭയുടെ ഐഡൻറ്റിറ്റി അതിൻ്റെ സമഗ്രതയിൽ കണ്ടെത്താനും പഠിപ്പിക്കാനും അങ്ങനെ നല്ല സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ സിനഡിന് കോൺട്രിബ്യൂഷൻസ് ആയിട്ട് കൊടുക്കാനും നമുക്ക് സാധിക്കണം. നമ്മുടെ സഭയിലെ പ്ലാസിഡ് അച്ഛൻ നാന്തരം ഒരു തിലോചനാണ്. വിശുദ്ധരായിട്ടുള്ള അൽഫോൻസാമ്മ, ശാവറപുണ്യവാന്, യുപ്രാസ്യാമ്മ, മറിയന്ത്രേസ്യാമ്മ, അങ്ങനെ അവരെല്ലാം ഈ സഭയുടെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിൽ ഊന്നൽ നൽകി ജീവിച്ചതുകൊണ്ടാണ് അവർ സാർവത്രിക സഭ വിശുദ്ധരായിട്ട് കണ്ട് മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ അതുപോലെ ആ കാര്യങ്ങളിലേക്ക് വരാനായിട്ട് സാധിച്ചതുമല്ല. പ്ലാസിഡ് അച്ഛനായിരിക്കും ഒരുപക്ഷെ നമ്മുടെ സഭയിൽ ഞാൻ കരുതുന്നത് ഏറ്റവും ആധികാരികമായിട്ട് നമ്മളുടെ എല്ലാ കാര്യത്തെക്കുറിച്ചും 2 വർഷം കൊണ്ട് 4 ഡോക്ടറേറ്റ് എടുത്ത ആളാണ് അച്ഛന്. 2 വർഷം കൊണ്ട് 4 PhD റോമിൽ നിന്ന് കരസ്ഥമാക്കി. വലിയ പണ്ഡിതൻ, സുറിയാനിയും ലത്തീനും മറ്റു ഭാഷകളുമെല്ലാം. അച്ഛൻ പറഞ്ഞ ഒരു ഒറ്റ വാക്യം ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്: ഇന്ത്യൻ ഇൻ കൾച്ചർ, ക്രിസ്ത്യൻ ഇൻ ഫെയ്ത്ത്, ഓറിയൻ്റൽ ഇൻ വർഷിപ്പ്. അങ്ങനെ ഒരു ട്രിനിറ്റേറിയൻ ഡയമെൻഷൻ നമ്മുടെ എല്ലാ
ദൈവശാസ്ത്ര ഓറിയൻറ്റേഷനും കൊടുത്തു. ഈ അപ്പസ്തോലിക സഭ ഇവിടെയാണ്, ഇന്ത്യയിലാണ്. ഈ അപ്പസ്തോലിക സഭയ്ക്ക് വലിയ എക്യുമെനിക്കൽ ഡയമെൻഷനുണ്ട്. ക്രിസ്ത്യനാണത്. ഈ അപ്പസ്തോലിക സഭ ഓറിയൻ്റലാണ് അതിൻ്റെ ദൈവാരാധനക്രമത്തിൽ. എന്നോട് ഇംഗ്ലണ്ടിൽ വെച്ച് ഒരു വലിയ പണ്ഡിതനൊരിക്കൽ പറഞ്ഞു, ഇതുപോലെ ഒരു ഒറ്റ വാക്യത്തിൽ ദൈവശാസ്ത്രത്തെ സൂക്ഷിക്കുന്ന ഒരു ആളുടെയും ഞാൻ ഇതുവരെയും വായിച്ചിട്ടില്ല എന്ന്. ഒരൊറ്റ വാക്യമേ ഉള്ളല്ലോ. അതിലൊരു ദൈവശാസ്ത്രം വളർന്നു വരുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ബ്ലാസ്റ്റഡച്ചന് റോമിലായിരുന്നപ്പോൾ ടൗണിലേക്ക് സൈക്കിളിൽ വന്നപ്പോൾ വേറൊരു വണ്ടി മുട്ടി വീണ് നട്ടെല്ലിൻ്റെ ഭാഗം ഒടിഞ്ഞു. ഓറിയൻ്റൽ കോൺഗ്രിഗേഷനിൽ ഈ വിവരം അറിയിച്ചപ്പോൾ അവിടുത്തെ ഒരു മോൺസിഞ്ഞോർ പെട്ടെന്ന് അറിയാതെ പറഞ്ഞത് ല കൊളുംബ ദ ല കിയേസ മലബാറേസ് എ കദൂത്ത, മലബാർ സഭയുടെ നട്ടെല്ല് ഒടിഞ്ഞു എന്നാണ്. ആണ് അത്രമാത്രം ഈ നമ്മുടെ നാട്ടിലെ സുറിയാനി സഭയെ, നസ്രാണി സഭയുടെ തനിമ എങ്ങനെ സംരക്ഷിക്കപ്പെടണമെന്ന് അനശ്വരമായ രീതിയിൽ പഠിപ്പിച്ച ആളാണ് അച്ഛന്. നമ്മളിന്ന് വ്യത്യസ്ത സമൂഹങ്ങളിൽപ്പെട്ട് കോൺഗ്രിഗേഷൻസിൽപ്പെട്ട് ആയിരിക്കുമ്പോഴും ആത്യന്തികമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം നമ്മളുടെ സിറോ മലബാർ സഭയും അതുവഴി സാർവത്രിക സഭയുമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്നിവിടെ നമ്മൾ ഇതുപോലെ വലിയൊരു സഭയായിട്ട് സമ്മേളിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഉണർവ് ഈ കൂട്ടായ്മ വഴി കിട്ടണം. നല്ലപോലെ ക്ലാസ്സുകൾ കേൾക്കണം, നല്ലപോലെ ഭക്ഷിക്കണം, ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. ഇത് നല്ല പുഴയുടെ തീരമാണ്, ഇതിലേക്ക് ഇറങ്ങി നടന്ന് നല്ല വർത്തമാനം പറയണം. അധികം കുറ്റം പറയാനൊന്നും പോകണ്ട, നല്ല നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് ഒന്ന് ഒരു വിശ്രമവും. നമ്മളൊരു അല്പം സയൻസ് കൂടി കൂട്ടി പറഞ്ഞാൽ കളക്റ്റീവ് എഫർവെസൻസ്, സയൻസ് പഠിപ്പിക്കുന്നവർക്കറിയാം. എഫർവെസൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിളച്ചു പൊങ്ങുക, ഒരു വാംത് ഉണ്ടാകുക, അതാണ് കളക്റ്റീവ് എഫർവെസൻസ്. നിങ്ങൾ ഇത്രയും ഹെഡ്സും അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നവരുമായ കോൺഗ്രിഗേഷൻസിൻ്റെ ആളുകൾ വരുമ്പോൾ ഒരു കളക്റ്റീവ് എഫർവെസൻസ് പോലെ നിങ്ങൾക്ക് തോന്നണം. ഒരു വാംത് കിട്ടി ഇവിടെ വന്നപ്പോൾ. ഈ ക്ലാസ്സുകൾ നിരന്തരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ക്ലാസ്സുകളുണ്ട്. അപ്പം അതിൽ നിന്ന് കൂടുതൽ പാഠങ്ങൾ പഠിക്കാനും അതിൽ നിന്ന് നല്ല ഇൻസൈറ്റ്സ് ഉൾക്കൊള്ളാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ സുവിശേഷത്തിലെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈശോയ്ക്കായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ടെംപ്റ്റേഷൻസ് ഉണ്ടായത്. നമുക്കും അതിലൊട്ടും കുറവായിരിക്കില്ല. വി ഫോളോ ദ മാസ്റ്റർ. ഈശോ 30 കൊല്ലം ഒരുങ്ങി, നമ്മളാണെങ്കിൽ അരമണിക്കൂർ പോലും ഒരുങ്ങാണ്ട് ഏത് ടാസ്കും ഏറ്റെടുക്കും. ഗ്രഹപാഠം ചെയ്യാതെ ഏത് ജോലിയും ഏറ്റെടുക്കുന്നവരാണ് നമ്മൾ. നമുക്കതിന് ധൈര്യമുണ്ട്. ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, നമുക്ക് പറയാനറിയാം, നമുക്ക് പറയാം. അങ്ങനെ ഒരുക്കമില്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് ചെയ്യും. നമുക്ക് ബോധ്യമുള്ളതുകൊണ്ടും ഒരുങ്ങേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടും അങ്ങനെയൊരു ഇൻറ്റൻസീവായിട്ടുള്ള പാഠം ആവശ്യമില്ലാത്തതുകൊണ്ടും ഒക്കെയാണ് നമ്മൾ ഷോർട്ട് കട്ടുകൾ എടുക്കുന്നത്. ഈശോയുടെ മാമോദീസായ്ക്ക് ശേഷം പിശാച് ഈശോയെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി നടത്തിയ പരീക്ഷണങ്ങൾ നമ്മളുടെയും പരീക്ഷണങ്ങളാണ്. ഒരുപക്ഷെ നമ്മുടെ സമർപ്പിത ജീവിതത്തിൽ കൂടുതൽ വിനാശങ്ങൾ വരുന്നത് ഇതിൻ്റെ ഒരു കണ്ടിന്യൂയിറ്റി നമ്മിലൂടെ വരുന്നത് കൊണ്ടാകാം. ഈശോയുടെ ഒന്നാമത്തെ ടെംപ്റ്റേഷൻ, അതായത് പിശാച് ദൈവപിതാവ് കൊടുത്തതിനപ്പുറത്ത് 3 പ്രപ്പോസൽസ് വെക്കുകയാണ്. അവിടെയാണ് നമ്മൾ വീണു പോകുന്നത്. ദൈവം നമ്മളോട് പറയുന്നതിനേക്കാൾ അത് മാറ്റിവെച്ചിട്ട് ഇന്നത് ചെയ്താൽ മതി എന്നുള്ള പ്രപ്പോസൽസ് വരുമ്പോൾ നമ്മൾ വഴുതി പോവുകയാണ്. ആൾട്ടർനേറ്റീവ്സ് ആണ് നല്ലതെന്ന് പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തേത് ദ പാത്ത് ഓഫ് എ സോഷ്യൽ മെസ്സിയാനിസം. എല്ലാവരും വലിയ സോഷ്യൽ വർക്കേഴ്സാണ്, 24 മണിക്കൂറും പള്ളിക്ക് പുറത്ത് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണ്,
സ്കൂളിലും കോളേജിലും പഠിപ്പിക്കുന്നവർ കുട്ടികളെയും കൊണ്ടെല്ലാം ഭവന നിർമ്മാണത്തിനും മറ്റു ജോലികൾക്കും എല്ലാം പോകുന്നുണ്ട്. ഈ പിശാചും ഈശോയോട് പറഞ്ഞത് നമുക്കൊരു സോഷ്യൽ മെസ്സിയാനിസമാകാം. ഒരുപാട് കല്ലുകൾ ഇവിടെ ഉണ്ടല്ലോ, അതങ്ങോട്ട് അപ്പമാക്ക്. അതായിരുന്നു ആദ്യത്തെ ടെംപ്റ്റേഷൻ. ഈ കല്ലുകളങ്ങ് അപ്പമാക്കുവാണെങ്കിൽ നല്ലൊരു സോഷ്യൽ അപ്രീസിയേഷൻ അങ്ങേക്ക് കിട്ടും. അതൊരു ആൾട്ടർനേറ്റീവ് പാത്തായിട്ട് എടുക്കാമല്ലോ. ഈശോ അത് സമ്മതിച്ചില്ല. ദൈവവചനം കൊണ്ട് തന്നെ അതിന് ഉത്തരം കൊടുത്തു. രണ്ടാമത് ഉള്ള ആൾട്ടർനേറ്റീവ് പ്രപ്പോസലിനെ കുറിച്ച് വേദശാസ്ത്രത്തിൽ പറയുന്നത് തൗമാതുർജിക്കൽ ആറ്റിറ്റ്യൂഡ്. തൗമാതുർഗോസ് വണ്ടർ വർക്കിംഗ് ആണ്. ഗ്രിഗറി ദ ഗ്രേറ്റ് ഒക്കെ അറിയപ്പെടുന്നത് അങ്ങനെയാണല്ലോ. തൗമാതുർജിക്കൽ, അത്ഭുതം ചെയ്യണം. നമുക്കും നമ്മളുടെ വൈദികരിലും സമർപ്പിതരിലുമൊക്കെ സിദ്ധന്മാർ അത്ര കുറവല്ല. തിരക്കടില്ലാത്തവണ്ണം എല്ലാ കോൺഗ്രിഗേഷനിലും ഉണ്ട്, എല്ലാ രൂപതകളിലും ഉണ്ട്. അത്ഭുതം ചെയ്യുമെന്ന് കേൾക്കുന്നിടത്തോട്ട് എല്ലാവരും ഓടിച്ചെല്ലും. അവർക്ക് ഞായറാഴ്ച പള്ളിയിലെ വിയാരിസിൻ്റെ കുർബാനയോ അല്ലെങ്കിൽ ഇടയലേഖനങ്ങളോ നിങ്ങൾ കൊടുക്കുന്ന സർക്കുലറോ ഒന്നുമല്ല. ഇതെല്ലാം വിട്ടിട്ട് ഇന്ന സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് കൂടുതൽ ഗൗരവതരമായിട്ട് എന്തെങ്കിലും കിട്ടും. അതാണല്ലോ പിശാച് പറഞ്ഞത്. ചുമ്മാ ഈ മണ്ണിൽ നിൽക്കേണ്ട, ദേവാലയത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിലേക്കൊന്ന് കയറി താഴേക്കൊന്ന് ചാട്, നിനക്ക് പരിക്ക് പറ്റുമില്ലെന്നറിയട്ടെ. അതാണ് തൗമാതുർഗോസ്. നിനക്ക് നല്ല വണ്ടർ വർക്കറിനുള്ള സിദ്ധികളുണ്ടെങ്കിൽ ഈ ദേവാലയത്തിൻ്റെ ഗോപുര മുകളിൽ കയറി താഴേക്കൊന്ന് ചാടി ഒരു പരിക്കുമില്ലാതെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം. ഈശോ അതും സമ്മതിച്ചില്ല. മൂന്നാമത്തേത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സാണ്. നമ്മളും ഒട്ടും മോശക്കാരല്ല അതിനൊന്നും. ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും എല്ലാ അധികാരങ്ങളും തരാം, എന്നെ ആരാധിച്ചാൽ മാത്രം മതി. ഇങ്ങനെയുള്ള 3 ആൾട്ടർനേറ്റീവ്സ് നമ്മളെപ്പോലെയുള്ള ആരുടെയും ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഇതുപോലുള്ള വലിയ സംഘടനകളുടെ ശമാർശി കരുത്തോടുകൂടി നിൽക്കുകയും ആ കളക്റ്റീവായിട്ടുള്ള സ്പിരിച്വൽ അപ്ഡേറ്റിങ് നമ്മളുടെ ഹൈറാർക്കിക്കലായിട്ടുള്ള സഭയോട്, നിങ്ങളും അതിൻ്റെ എസെൻഷ്യൽ പാർട്ടാണ്, അതിൻ്റെ ഉള്ളിലൊരു വിഭജനം ഉണ്ടാകാതെ നിർത്താനുമൊക്കെ സാധിക്കും. ദൈവശാസ്ത്രം ബൈബിളൊക്കെ ആർക്കും പഠിക്കാം. ഈ ടെംപ്റ്റേഷൻ്റെ ഭാഗത്തെക്കുറിച്ച് ബെനഡിക്ട് പിതാവ് പറഞ്ഞിരിക്കുന്നത്, ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ബെനഡിക്ട് പിതാവ് പറഞ്ഞു 2 എക്സ്പെർട്ട് തിയോളജിയൻസ് തമ്മിലുള്ള വർത്തമാനം പോലെയാണ്. പിശാച് ഒന്നാന്തരം ദൈവശാസ്ത്രജ്ഞനാണ് എന്ന് ബെനഡിക്ട് പിതാവ് പറഞ്ഞിരിക്കുകയാണ്. 2 എക്സ്പെർട്ട് തിയോളജിയൻസ് തമ്മിൽ ദൈവവചനം എടുത്ത് ഉത്തരം പറയുകയാണ്. ഈശോ അതിൽ വിജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളുടെ ചലഞ്ചസ് എന്നുമുണ്ട്. ടെംപ്റ്റേഷൻസ് ധാരാളം കാണും. സെക്കുലറിസ്റ്റിക് ആയിട്ടുള്ള, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിരവധിയാണ്. ദൈവവിളിയിലുള്ള ക്രൈസിസ് ഉണ്ട്. ദൈവവിളി സ്വീകരിച്ചതിന് ശേഷമുള്ള നമ്മളുടെ ഓറിയൻറ്റേഷൻ നഷ്ടപ്പെടുന്നവരുണ്ട്. ഉപ്പായിട്ട് നമ്മളെല്ലാം കണ്ട് മനസ്സിലാക്കി വ്രതം ചെയ്ത് അല്ലെ പട്ടം സ്വീകരിച്ച് വന്ന് ഒരാഴ്ച കഴിയുമ്പോൾ വെറും ഷുഗറായിട്ട് നമ്മൾ മാറുകയാണ്. ഉപ്പ് എല്ലാത്തിനെയും പ്രിസേർവ് ചെയ്യുന്ന, ജീവൻ കൊടുക്കുന്ന കാര്യമാണ്. അതെല്ലാം വിട്ടുമറന്ന് വളരെ എളുപ്പത്തിൽ നമ്മൾ വളരെ സൗഹൃദമായ വാക്കുകളിലൂടെ സന്യാസത്തിൻ്റെ കാതൽ എല്ലാം വിട്ടുകളഞ്ഞ് സെൻ്റ് അഗസ്റ്റിൻ പറഞ്ഞ പോലെ കൂരത് ബേനെ നന്നായിട്ട് ഓടുന്നുണ്ട്, ഇത് എക്സ്ട്രാ വിയാം, എന്നാൽ വഴി തെറ്റിയാണ് ഓടുന്നത്, ട്രാക്ക് തെറ്റിയാണ് ഓടുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പായിരിക്കേണ്ടവർ വെറും ഷുഗറായിട്ട് സൗമ്യമായിട്ട് വർത്തമാനമൊക്കെ പറയും, പക്ഷേ കാതൽ മറന്ന് ആണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ നമ്മളുടെ അത്യന്തികമായിട്ടുള്ള ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോവുകയാണ്. നമ്മളെല്ലാവരും ആൾട്ടർ ക്രിസ്തുസ് ആകേണ്ടവരാണ്. നമ്മളെല്ലാവരും അങ്ങനെയാണ്.
ക്ലെമൻ്റ് ഓഫ് റോമിനെ പോലെയുള്ള ആളുകളൊക്കെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ പറഞ്ഞു, എവരി ക്രിസ്ത്യൻ ഈസ് ആൻ ആൾട്ടർ ക്രിസ്തുസ്. എന്നാലേ അർത്ഥമുള്ളല്ലോ. അപ്പോൾ നമുക്കതിൽ കുറച്ചുകൂടി ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ പൊതു സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരാകൊണ്ട് നമ്മൾ ആൾട്ടര എക്ലീസിയായും കൂടെ ആകേണ്ടവരാണ്. ആൾട്ടർ ക്രിസ്തുസ് ആൻഡ് ആൾട്ടര എക്ലീസിയ എന്ന് പറഞ്ഞാൽ ഈശോയെപ്പോലെ, സഭയെപ്പോലെ ഉപ്പായിട്ട് പ്രകാശമായിട്ട് നിൽക്കേണ്ടവരും ജീവിക്കേണ്ടവരും പ്രവർത്തിക്കേണ്ടവരുമാണ്. വളരെയേറെ നമ്മളിതിൽ വിജയിക്കുന്നുണ്ട്. നിങ്ങളെല്ലാ കോൺഗ്രിഗേഷൻ്റെയും ആളുകളിലൂടെയുണ്ട്. എനിക്ക് പലരെയും എനിക്ക് പരിചയമുണ്ട്. ഇല്ലാത്ത ഒരു സൂറ മലബാർ സഭ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. അത്രമാത്രം നിങ്ങൾക്ക് പേഴ്സൺസ് ഉണ്ട്, സ്പിരിച്വാലിറ്റി ഉണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, ഓറിയൻറ്റേഷൻസ് ഉണ്ട്, സ്ഥാപനങ്ങളുണ്ട്, ഇൻഫ്ലുവൻഷ്യലാണ്, ചിലരൊക്കെ വളരെ പവർഫുള്ളാണ്. അതെല്ലാം നമുക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള വലിയ ഒരു സാന്നിധ്യമാണ് റിലീജിയസിൻ്റേത് സഭയ്ക്കുള്ളിൽ. സിനഡിന് നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനമുണ്ട്. ദീപിക പത്രത്തിൻ്റെ കാശില്ലാതെ വരുമ്പോൾ നിങ്ങളെ സമീപിക്കുന്നത് മാത്രമല്ല, മറ്റു കാര്യങ്ങളിലൊക്കെ നിങ്ങളെക്കുറിച്ച് അഭിമാനമുണ്ട്. അതെല്ലാം ഞാനിവിടെ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പലതും നിങ്ങൾ പല അവസരത്തിലും രക്ഷിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതിനുള്ള ധൈര്യമുണ്ട്. നിങ്ങൾക്കതൊക്കെ പറയാനും കൊടുക്കാനുമുള്ള ആഗ്രഹമുണ്ട്, ആവേശമുണ്ട്. ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയോ അവസരത്തിൽ പ്രയാസപ്പെട്ട് ജീവിക്കുമ്പോൾ കാക്കനാട്ടും ഇതുപോലുള്ള മറ്റ് പ്രസ്ഥാനത്തിനുമൊക്കെ നിങ്ങളുടെ സാന്നിധ്യം നിർലോഭമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നല്ലൊരു സ്പിരിച്വൽ ഓറിയൻറ്റേഷൻ ഈ സഭയെക്കുറിച്ചും സംവിധാനത്തെക്കുറിച്ചും എല്ലാം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളുടെ സഭയുടെ തോമാസ് ശ്ലീഹായുടെ ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ മഹിമ എൻ്റെ കർത്താവ് എൻ്റെ ദൈവവും കൂടിയാണ് എന്ന് ഒരുപക്ഷേ തോമായ്ക്ക് മാത്രമേ അന്ന് പറയാൻ പറ്റിയിട്ടുള്ളൂ. എൻ്റെ കർത്താവ് എൻ്റെ ദൈവവും കൂടിയാണ്. മാർവാലാഹ് അതാണ്. തോമാസ് ശ്ലീഹായുടെ ദൈവാനുഭവത്തിൻ്റെ മിശിഹാനുഭവത്തിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ പലരും ചോദിക്കാറുണ്ടല്ലോ. വളരെ ഡീപ്പായ ഒരു ഫെയ്ത്ത് കൺഫെഷൻ നടത്തിയ ആളാണ് തോമാസ് ശ്ലീഹ. അതുകൊണ്ട് നമുക്ക് ആ ശ്ലീഹായോടുള്ള അടുപ്പവും ഈ രാജ്യത്തിൻ്റെ സംസ്കൃതി, നമ്മുടെ വളരെ ലളിതമായ ജീവിതക്രമം, വളരെ നോർമലായിട്ടുള്ള ഭക്ഷണം, വാക്കുകൾ, ഇതര മതസ്ഥരോടുള്ള കൂട്ടായ്മ, സാമൂഹ്യമായിട്ടുള്ള ബന്ധം, അതെല്ലാം ഇന്ത്യയുടെ പൊതുസമ്പത്താണ്. അതാണ് ബ്ലാസിലച്ചൻ പറഞ്ഞ ഇന്ത്യൻ ഇൻ കൾച്ചർ. നമുക്ക് ആ സിംപ്ലിസിറ്റിയും ആ ആഹാരക്രമത്തിലുള്ള ഒരു നിയന്ത്രണവും മറ്റ് മനുഷ്യരോടുള്ള ബന്ധങ്ങളുമൊക്കെ നിലനിർത്തുമ്പോഴാണ് നമുക്ക് ഈ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. എത്രയോ മുൻകൂട്ടി ബ്ലാസിലച്ചന് ആ കാര്യങ്ങൾ കണ്ടു പറഞ്ഞു. അങ്ങനെ നമുക്ക് നിങ്ങൾ വലിയ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് വ്രതങ്ങൾ കൊണ്ട് സഭയോടും ഈശോയോടും കൂട്ടിക്കെട്ടപ്പെട്ടവരായിട്ട് നിൽക്കുന്ന നിങ്ങളാണ് ഈ സഭയുടെ ഹൃദയത്തിലുള്ളവർ, ആത്മാവായിട്ടുള്ളവർ. നിങ്ങൾക്ക് പ്രൊഫറ്റിക്കായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. വലിയ സാധ്യതകൾ ഇവാഞ്ചലൈസേഷൻ്റെ നിങ്ങൾക്കാണ്. ഈ സിനഡിൽ നടന്ന ഏറ്റവും വലിയ അത്ഭുതം 4 മെത്രാപ്പൊലീത്താമാരെ കേരളത്തിന് പുറത്ത് നമുക്ക് കൊടുക്കാൻ സാധിച്ചുവെന്നാണ്. നമ്മൾ ഇത്രയും നൂറ്റാണ്ടുകൾ വർക്ക് ചെയ്തിട്ട് നമുക്ക് ആദ്യം 2 വികാരിയാത്തുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ 3 പിന്നെ കോട്ടയം ഉൾപ്പെടെ 5 അതിരൂപതകളായി. നമുക്ക് ഈ നാളിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു കൃപയാണ് 4 പ്രൊവിൻസുകൾ. ഇന്ത്യ മുഴുവനും ഈ കേരളത്തിന് പുറത്തുള്ള ആ 4 പ്രൊവിൻസുകളിൽ ചേർത്തു. ഇന്ത്യ മുഴുവനും അത്ഭുതമാണ് നടന്നത്. സിനഡ് അത് സംസാരിച്ച് പാസാക്കി പരിശുദ്ധ പിതാവിനെ അറിയിച്ച് 5 ദിവസങ്ങൾ മാത്രം കഴിഞ്ഞപ്പോൾ പരിശുദ്ധ പിതാവും ഡിക്കാസ്ട്രി ഓഫ് ഓറിയൻ്റൽ കോൺഗ്രിഗേഷനും അത് സമ്മതിച്ച് അനുവദിച്ച് തരികയാണ് ചെയ്തത്. ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അതുപോലെ നമ്മളുടെ സഭ ഇന്ത്യയിൽ നിറഞ്ഞ് നിൽക്കുകയാണിപ്പോൾ. നമ്മുടെ ഉത്തരവാദിത്വമാണ് അവിടെയെല്ലാം എത്തിപ്പെടാനും അതിനു വേണ്ട ശുശ്രൂഷകൾ നൽകാനും എല്ലാം. നമ്മൾ ഒരിടത്ത് ഒരു വഴക്കിനും പോകേണ്ടതില്ല. നമ്മളുടെ ഫ്രാൻസിസ് പിതാക്കന്മാർക്ക് ഈ ഇന്ത്യയുടെ ജൂറിസ്ഡിക്ഷൻ്റെ ഇവാഞ്ചലൈസേഷൻ്റെ അനുവാദം തന്നപ്പോൾ സെൻ്റ് അഗസ്റ്റിൻ്റെ ഒരു വാക്യം ആ കത്തിൽ അവസാനം കൊടുത്തിരുന്നു.
ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്ന പേഴ്സണൽ കത്താണ്. ദിലാത്തെന്തൂർ സ്പാസിയ കരിത്താത്തം, അതാണ് അഗസ്റ്റിൻ്റെ ആ വാക്ക്. എക്സ്റ്റെൻഡ് ദ സ്പേസ് ഓഫ് ചാരിറ്റി, സ്നേഹത്തിൻ്റെ ടെറിറ്ററി വളരട്ടെ. അതാണ് സ്നേഹത്തിൻ്റെ ടെറിറ്ററി വളരട്ടെ. ഇന്ത്യ മുഴുവൻ സുവിശേഷവൽക്കരണം നൽകിയപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദ കോൺകറിങ് ഓഫ് ദ ടെറിറ്ററി ഓഫ് എനിബഡി എൽസ്, ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോപ്പർ ടെറിട്ടറി ഓഫ് ഈച്ച് വൺ ഓഫ് us. അങ്ങനെയാണ് ഇന്ത്യ മുഴുവൻ നമുക്ക് പ്രോപ്പർ ടെറിട്ടറി ആയിട്ട് ഇപ്പോൾ കിട്ടിയത്. ഈ ഒക്ടോബർ മാസത്തിലാണ് അവരുടെ എല്ലാവരുടെയും തന്നെ എൻറോൺമെൻറ്റ് ഇൻസ്റ്റലേഷൻ ഞാൻ കരുതിയാണ്. എൻ്റെ സമയം തീർന്നുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഈ ദിവസം ആയിരിക്കുമ്പോൾ കൂടുതൽ പഠിക്കാനും നമ്മളുടെ വിളിയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും സഭയ്ക്ക് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ സംഭാവനകൾക്ക് സിനഡ് എന്നും നന്ദിയുള്ളവരാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഇനിയും നിങ്ങൾ വഴി ഈ സഭ വളരണം. നിങ്ങൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ സഭയ്ക്ക് വളർച്ചയുള്ളത്. നിങ്ങളുടെ മിഷണറി ഓറിയൻറ്റേഷൻ വളരെ വലുതാണ്. തിടുക്കത്തിൽ നിങ്ങൾ പരിശുദ്ധ അമ്മയെപ്പോലെ എല്ലായിടത്തും എത്തുന്നവരാണ്. തിടുക്കത്തിൽ അതൊരു മിഷണറി കോണ്ടെക്സ്റ്റാണ്. അതുകൊണ്ട് നിങ്ങളെ വൈദികരെയും സമർപ്പിതരെയും എല്ലാം ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന അച്ഛന്മാർ എല്ലാവരും തന്നെ സ്റ്റേജിലുണ്ട്. അവരുടെ ഒരു കൺസേൺ എനിക്ക് വളരെ അടുത്തറിയാവുന്നതാണ്. വളരെ വളരെ പണ്ഡിതോചിതമായ ഇടപെടലുകൾ നടത്തുന്ന അച്ഛനാണ് ഷാജി അച്ഛനും. എല്ലാവരും ഒരു നല്ല വിദ്യാസമ്പന്നരാണ്. അവർക്ക് കാര്യങ്ങളറിയാം. ഈ ചർച്ചിൻ്റെ ഈ കോൺഗ്രിഗേഷൻസിൻ്റെ എല്ലാം പ്രസക്തി അറിയാവുന്ന ആളുകളാണ്. അവരുടെ കരങ്ങളിലാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അൽഫോൻസാമയ്ക്കും ചാവറപുണ്യവാനും നമ്മുടെ സഭയിലെ മറ്റ് വിശുദ്ധർക്കും വാഴ്ത്തപ്പെട്ടവർക്കും നിങ്ങളെല്ലാവരെയും സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.